ഹരിയാനയിലെ അശോക് കെംക എന്ന IAS ഉദ്യോഗസ്ഥൻ ഏപ്രിൽ 30 വിരമിച്ചു. അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്നാണ് വിരമിച്ചത്. അദ്ദേഹം വിരമിച്ചപ്പോൾ രാജ്യത്തെല്ലായിടത്തും അതൊരു വാർത്തയായിരുന്നു. വാർത്തയുടെ കാരണം അദ്ദേഹത്തിന് 57 പ്രാവശ്യം ട്രാൻസ്ഫർ നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ കിട്ടുന്നത് കൂടുതൽ ട്രാൻസ്ഫർ കിട്ടുന്നത് ഉദ്യോഗസ്ഥൻ്റെ കുഴപ്പമാണോ അതോ വേറെ ആരുടെയെങ്കിലും കുഴപ്പമാണോ? ഇദ്ദേഹം ഹരിയാനയിൽ ജോലി ചെയ്യുമ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് സമയത്ത്, അതായത് ഹൂഡ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ വയനാട് ആയ ഇപ്പോഴത്തെ വയനാട് MPയുടെ ഭർത്താവിൻ്റെ ഒരു സ്ഥലമിടപാട് അന്വേഷിച്ചു. അപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ട്, അഴിമതിയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ അശോക് കേംക അതിന് ഒരു കേസെടുക്കണമെന്നോ അല്ലെങ്കിൽ എടുക്കുമോ എന്തോ ഒക്കെ ചെയ്തു. അപ്പോൾ DLF റോബർട്ട് വദ്ര അവർ തമ്മിലുള്ള ഇടപാടായിരുന്നു. ഈ ഹൂഡ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ചെയ്തത് ഈ അശോക് കെംകയെ അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തെന്ന് മാത്രമല്ല, ഒരു പണിഷ്മെൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനവും തിരിച്ചു വാങ്ങിച്ചു. പിന്നെ അദ്ദേഹം 6 കിലോമീറ്ററോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പിന്നെ നടന്നാണ് ജോലി ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ അന്ന് വാർത്തയായ കാര്യമാണ്. അപ്പോൾ അത്രമേൽ ട്രാൻസ്ഫർ ചെയ്യുക മാത്രമല്ല ഹരാസ് ചെയ്യുകയും ചെയ്തു കോൺഗ്രസ് മുഖ്യമന്ത്രി ഈ വയനാട് MPയുടെ ഭർത്താവിൻ്റെ ഒരു തട്ടിപ്പ് കണ്ടുപിടിച്ചതിന്. അടുത്ത കാലത്ത് നമ്മളുടെ കേരളത്തിലെ ഒരു പാട്ടുകാരനായ വേടൻ എന്ന് പറയുന്ന ആളുടെ കൈവശം ഒരു പുലിപ്പല്ല് കണ്ടുപിടിച്ചതിന് കോടനാട് ഉള്ള ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ കേസ് രജിസ്റ്റർ ചെയ്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി വനം വകുപ്പ് കേരളത്തിലെ സർക്കാർ. അതുപോലെ കായംകുളം MLAയുടെ മകൻ്റെ അടുത്ത് കഞ്ചാവ് പിടിച്ചതിന് അവിടുത്തെ അത് പിടിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയെന്ന് കേട്ടു. നേരത്തെ എനിക്കറിയാം വിജിലൻസിൽ കൊല്ലം യൂണിറ്റിൽ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവായി ചന്ദ്രശേഖറിനെതിരെ കേസെടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ LDF സർക്കാർ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന, അഴിമതിക്കെതിരെ അന്വേഷണം നടത്തുന്ന, അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്ന, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നുണ്ട് കേരളത്തിലും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, അല്ലാതെ ഹരിയാനയിൽ മാത്രമല്ല. ഇദ്ദേഹം IIT ഖരഗ്പൂരിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം ലോകത്തെ മാറ്റിമറിക്കും, അതായത് ഹി വിൽ ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ അത്രമേൽ കഴിവുള്ള, ഒറിജിനൽ തിങ്കിങ് ഉള്ള, ബുദ്ധിയുള്ള ഒരു സ്റ്റുഡൻ്റായിരുന്നു IIT ഖരഗ്പൂരിൽ ഈ അശോക് കെംക. അദ്ദേഹം കൽക്കട്ടയിൽ ജനിച്ച ആളാണ്. അതിനുശേഷം IASൽ ജോയിൻ ചെയ്ത് ഹരിയാന കേഡറിലായി. അതിനുശേഷം അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ നിന്ന് PhDയും എടുത്തു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സിൽ. IIT ഖരഗ്പൂരിലും കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും ഒക്കെ പഠിച്ച ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ വിവരമില്ലാത്ത ആളാണെന്നും വിവരദോഷിയാണെന്നും പ്രാക്ടിക്കൽ അല്ലെന്നും കഴിവില്ലാത്തവനാണെന്നും ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ കാരണം ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന് ഇത്രയും 34 വർഷത്തോളം സർവീസിലുണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പറയുന്നു. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നു? ഒരു 34 വർഷം 57 ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റിലിരിക്കാൻ പറ്റുന്നത് ഏകദേശം 7 മാസത്തോളമാണ്. 7 മാസത്തോളം ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ ഒരു പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പുതിയൊരു പോസ്റ്റാണല്ലോ. അവിടെ ചെല്ലുമ്പോഴത്തേന് ആ വകുപ്പിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ എന്താണ് ചെയ്യേണ്ടത്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും പുതിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനിങ്ങിന് സമയമെടുക്കും. അതിനുശേഷം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ഭരണാനുമതി കിട്ടണമല്ലോ സർക്കാരിൽ നിന്ന്. ഭരണാനുമതി കിട്ടണമെങ്കിൽ ഭരണാനുമതി വാങ്ങിച്ചവർക്കറിയാം അതിൻ്റെ ഒരു കാലതാമസവും അതിൻ്റെ പ്രൊസീജിയറും. ഭരണാനുമതി കിട്ടണമെങ്കിൽ ബഡ്ജറ്റിൽ വേണം. ബഡ്ജറ്റ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് സംസ്ഥാന ബഡ്ജറ്റ് ഹെഡും ഒക്കെ ഉണ്ടാകുക, പണം നൽകുക ഒക്കെ. അപ്പോൾ ബഡ്ജറ്റ് ഹെഡ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ബഡ്ജറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഭരണാനുമതി, അതൊക്കെ കിട്ടുമ്പോഴത്തേന് 7 മാസമായി. അല്ലെങ്കിൽ അതിൽ നോർമലി 7 മാസത്തിൽ കൂടുതലാകും ഇതൊക്കെ. അപ്പോൾ വീണ്ടും ട്രാൻസ്ഫറായി. പിന്നെ അടുത്ത സ്ഥലത്ത് ചെയ്യുന്നു. അവിടെ ഈ പ്രോസസ്സ് ചെയ്ത് ഭരണാനുമതിക്ക് വേണ്ടി അല്ലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ട്രാൻസ്ഫർ ആകുന്നു. അപ്പം 57 പ്രാവശ്യം ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്കും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റും ഇയാൾ ഇതുവരെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ കേരളത്തിലും
അഴിമതിക്കെതിരെ പോരാടിയവരെയും അല്ലെ വലിയ വലിയ ആൾക്കാരെ മുഖം നോക്കാതെ നടപടിയെടുത്തവരെയും ഒക്കെ ഇവിടെ വിവരദോഷികളും അഴിമതിക്കാരും സ്ഥിരം ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് ഇയാൾ ഇതുവരെ എന്ത് ചെയ്തു, ഇയാൾ ഇത്രയും കാലം സർവീസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ട്രാൻസ്ഫറുകൾ നടത്തുകയും ഒരിടത്ത് ഇരുത്താതിരിക്കുകയും ചെയ്യുമ്പോഴത്തേനും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ അശോക് കംഗയെ 57 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്തതിൽ നമുക്ക് മനസ്സിലാവും. കാരണം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ആവറേജ് വളരെ കുറച്ച് സമയം കിട്ടുകയുള്ളൂ, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ ഫയർഫോഴ്സിലിരുന്നത് 3 മാസത്തിൽ താഴെയാണ് എന്നെ അവിടെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുത്തിയത്. കാരണം അവിടെ ഒരു ഫയർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ള ഒറ്റ കാരണത്താൽ എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പം ഈ അശോക് കംഗയും ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. 57 പ്രാവശ്യം ട്രാൻസ്ഫർ ആയത് എന്തിന് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം ചെയ്തത് ഈ വയനാട് എം പി ആയിരുന്ന എം പിയുടെ ഭർത്താവിനെ ഒരു ലാൻഡ് ഡീല് അന്വേഷിച്ചു അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അതിനുശേഷം ഇദ്ദേഹം നോട്ടപ്പള്ളിയായി. ഏത് വലിയ ആളായാലും ശരി മുഖം നോക്കാതെ നടപടികൾ എടുക്കുന്ന, അതാണല്ലോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, കർത്തവ്യം എന്ന് പറയുന്നത്. നിയമവാഴ്ച നടപ്പാക്കുക, നിയമം പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിയമം കർശനമായിട്ട് നടപ്പാക്കുക, മുഖം നോക്കാൻ പാടില്ല എന്നുള്ള എല്ലാ തട്ടിപ്പുകളും കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ കർത്തവ്യം. ആ കർത്തവ്യം ചെയ്തു കഴിഞ്ഞാൽ, മുഖം നോക്കാതെ കർത്തവ്യം ചെയ്താൽ, അത് ആരാണെന്ന് നോക്കാതെ കർത്തവ്യം ചെയ്താൽ, അപ്പോൾ അവരെ അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ മനോവീര്യം കെടുത്തി, അവരെ നശിപ്പിച്ച്, അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വരെ തടഞ്ഞു വെച്ച്, അവർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ പോലും നൽകാതെ അവരെ നിരന്തരം ഉപദ്രവിക്കുന്ന സർക്കാർ സംവിധാനമല്ലേ ഈ ട്രാൻസ്ഫറിലെ കുഴപ്പക്കാരൻ.